ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗം നാട്ടിലുണ്ടായിരിക്കുന്നുവെന്ന് പ്രൊഫസർ ലോപ്പസ് മാത്യു. കാഞ്ഞിരപ്പള്ളിയിൽ ജോളി മടുക്കക്കുഴിയുടെ പര്യടന സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിസംബർ 9-ാം തീയതി നടക്കുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ തരംഗമാണ് അനുഭവപ്പെടുന്നതെന്നും അടിസ്ഥാന വർഗത്തിന് പ്രത്യക്ഷമായി സഹായം എത്തിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ജനങ്ങൾക്ക് ആവശ്യമായി മാറിയിട്ടുണ്ടെന്നും LDF കോട്ടയം ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. കാഞ്ഞിരപ്പള്ളിയിൽ ജോളി മടുക്കക്കുഴിയുടെ പര്യടന സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം പ്രതീക്ഷിച്ചിരുന്ന സമ്പൂർണ്ണ വികസനമാണ് നടക്കുന്നത്. സർക്കാർ വിദ്യാലയങ്ങളും യൂണിവേഴ്സിറ്റികളും പൊതുജന ആരോഗ്യ സംവിധാനങ്ങളും ലോകോത്തരമാക്കി മാറ്റിയിരിക്കുന്നു. നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലായിരിക്കുന്നു. KSRTCയെ ലാഭത്തിലെത്തിച്ചിരിക്കുന്നു. കേരളം മാലിന്യമുക്തമാക്കുന്ന ത്രിതല സംവിധാനം ഉണ്ടായിരിക്കുന്നു. ഇടത് ജനാധിപത്യ മുന്നണിയെ എല്ലാ തലത്തിലും വീണ്ടും അധികാരത്തിലെത്തിക്കാൻ ജനങ്ങൾ തയ്യാറായിരിക്കുന്നുവെന്നും ലോപ്പസ് മാത്യു പറഞ്ഞു. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച, ഏറ്റവും അഭിമാനകരമായ ഒരു കാഴ്ച, വിജയിക്കും എന്ന ഉത്തമ ആത്മവിശ്വാസത്തോടെ ഏറ്റവും ഊർജ്ജസ്വലമായി സുസ്മേരവതരായി ഈ സായം സന്ധ്യയിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെത്തിയിരിക്കുക. നിങ്ങളെല്ലാവരെയും സഹർഷം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യട്ടെ. നമുക്കറിയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഏറ്റവും നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു നല്ല സംസ്കാരം തന്നെ കൊടുക്കേണ്ട ഒരു ഇടതുമുന്നണി സർക്കാർ ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഭരണനിർവഹണം നടത്തുകയാണ്. വികസനവും അതുപോലെ സാമൂഹ്യക്ഷേമവും ഏറ്റവും മതേതര കാഴ്ചപ്പാടോടെ ഈ സംസ്ഥാനത്ത് നടത്തുന്ന ഒരു ഗവൺമെന്റാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷക്കാലം ഇവിടെ ഭരിക്കുന്നത്. i4 ന്യൂസ് പാല.